അല്ലാഹു അക്ബർ അമ്മാന്ന് പറയാനാണ് അല്ലാഹു അക്ബർ. ഇതെന്തിനാണ് ഈ ജാതി പണിയെടുക്കുന്നത്? എന്നിട്ട് കളവെന്തിന് പറയുന്നത്? കളവെന്തിനൊക്കെ പറഞ്ഞു നടക്കുന്നത്? ഒരു മുസ്ലിമെ ചേർത്താൽ, ഒരു എന്റെ അധികാരത്തിൽ ചേർത്താൽ ആലോചിച്ച് നോക്കൂ. കണ്ടോ എന്താ പറഞ്ഞത്? സുന്നിയനാ ഏത് സുന്നിയാണ്? സുന്നത്ത് കഴിക്കാത്ത സുന്നിയാണ്. ആ അർത്ഥത്തിലാണ് ഓൾക്ക് സുന്നി എന്ന് പറയാൻ പറ്റുക. ഖദറില്ലാത്തവനെ ഖദരി എന്ന് പറയും പോലെ ഖദറില്ലാത്തവനെ ഖദരി എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. മണ്ടയില്ലാത്തവനെ മണ്ടൻ എന്ന് വിളിക്കുന്നുണ്ട്. എന്ന പോലെ സുന്നത്ത് കഴിക്കാത്തവനെ സുന്നി എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ഓലെ സുന്നി എന്ന് വിളിക്കാം എന്ന് ആര് പറഞ്ഞു? ഈ കേബൂട്ടും. പക്ഷെ പഴയ സീഡി ആയതുകൊണ്ട് കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും. അപ്പൊ ഈ അർത്ഥത്തിലാണെങ്കിൽ നമുക്കും അംഗീകരിക്കാൻ പ്രശ്നമൊന്നുമില്ല, വിരോധമില്ല, ആ പേര് അറിയപ്പെട്ടോട്ടെ. പക്ഷെ യഥാർത്ഥത്തില് സുന്നത്തുമായി ബന്ധമുള്ളവൻ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇസ്ലാമിന് പുത്തനാശയമില്ലാതെ പഴയ ആശയങ്ങൾ 114 പഴക്കമുള്ള പഴയ ആശയങ്ങൾ തന്നെ സ്വീകരിക്കുന്നവർ എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ പേരൊരിക്കലും പറയാവതല്ല. അത് അവർക്കും ബോധ്യമുണ്ട്, അവർക്കും അറിയാം. അല്ലെങ്കിൽ പിന്നെ ഈ ലേബലിൽ വിശദീകരണം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇസ്ലാമിൽ ഒരുപാട് കക്ഷികൾ മുൻകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിഴച്ചുപോയ കക്ഷികളിൽ ഭൂരിഭാഗം കക്ഷികളെയും പരിശോധിച്ചാൽ അവരൊക്കെ അറിയപ്പെട്ടത് ഏതെങ്കിലും ഒരാളുടെ പേരിലാണ്. ഏതെങ്കിലും ഒരാളുടെ പേരിലാണ് ഷിയാക്കൾ വന്നു. എന്തേ ഷിയാക്കൾ എന്ന പേര് വന്നത്? ഷിഅത്തു അലി, ഷിഅത്തു അലി, അലിയുടെ കക്ഷി എന്ന അർത്ഥത്തിലാണ് ഷിയ എന്ന പേര് വന്നത്. അതേപോലെ ശേഷം വന്ന ഒരുപാട് കക്ഷികൾ, ജഹമികളും ജബലികളും സൈദികളും അടക്കമുള്ള പിഴച്ചുപോയ ഒരുപാട് കക്ഷികൾ, അവരൊക്കെ അറിയപ്പെട്ടത് ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളെ പേരിലാണ്. ജഹ്മ് ബിൻ സുഫ്വാൻ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അവര് ജഹ്മികൾ അറിയപ്പെട്ടു. ജഅദ് ബിൻ ദിർഹം പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അവര് ഈ ജഹ്മിൽ നിന്ന് വഴിമാറിപ്പോയ മറ്റൊരു കക്ഷിയായി അവരറിയപ്പെട്ടു. സെയ്ദികള്, സെയ്ദ് എന്ന് പറയുന്ന മനുഷ്യണ്ടാക്കിയപ്പോൾ സെയ്ദികൾ എന്ന പേര് അറിയപ്പെട്ടു. ഇങ്ങനെ ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അറിയപ്പെട്ട പ്രസ്ഥാനങ്ങൾ. എന്നാൽ ഈ വക കക്ഷികൾക്ക് ലോകത്ത് വന്നപ്പോൾ യഥാർത്ഥ കക്ഷിയെ വേർതിരിക്കാൻ വേണ്ടി മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അവര് യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയം സ്വീകരിക്കുന്ന ആളുകൾക്ക് പേര് പറഞ്ഞപ്പോൾ അവര് അഹ്ലുർ റസൂൽ എന്നോ അഹ്ലു മുഹമ്മദ് എന്നോ ആ രൂപത്തിൽ എന്തെങ്കിലും പേരുകളോ സ്വീകരിച്ചില്ല. മുഹമ്മദികളെന്നോ മുഹമ്മദിന് അനുയായികളെന്നോ റസൂൽ അനുയായികളെന്നോ എന്നല്ല സ്വീകരിച്ചത്. നേരെ മറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅ, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ. വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നതർത്ഥം. വ്യക്തിയുടെ പേരിലല്ല ഇസ്ലാം അറിയപ്പെടുന്നത് എന്നർത്ഥം. നേരെ മറിച്ച് ഇപ്പോഴും വിശദീകരിച്ചെടുക്കുന്നതോ ആരാകാന്തപുരം തരക്കിലെ ചങ്ങായി മരിച്ചുപോയ ശേഷം പിന്നെ അയാളെ പോലീസ് പറയാൻ സംഘടിപ്പിക്കുകയാണെങ്കിൽ പിന്നെയും ന്യായമാണ്. ജീവിച്ച് ഇപ്പോഴേ മനുഷ്യന്റെ പേരിൽ നാട് ഒന്നാകെ നോട്ടീസ് ഇറക്കി ഇയാളെ പറഞ്ഞ് അടക്കാന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ഈ വീരാരാധന ഇസ്ലാമിന് അന്യമാണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത്. അപ്പൊ യഥാർത്ഥത്തില് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കലല്ല, അതിലേക്ക് ക്ഷണിക്കലല്ല ഇവിടെ താല്പര്യം. നേരെ മറിച്ച് ഇസ്ലാമിന്റെ ലേബലിൽ രംഗത്ത് വരികയും അതിന്റെ മറവിൽ മറ്റൊരുപാട് ഭൗതികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ താല്പര്യമെന്ന് ഏകദേശം ഇന്ന് എല്ലാവർക്കും ബോധ്യമായി കൊണ്ടേയിരിക്കുകയാണ്. ഏതെല്ലാം രൂപങ്ങളിൽ ഇസ്ലാമിന്റെ ആശയത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന അടിസ്ഥാന ആദർശത്തെ കത്തിവെക്കാൻ, നശിപ്പിക്കാൻ സാധിക്കുമോ ആ വഴികളൊക്കെ സ്വീകരിക്കുക. ഒന്ന്, ജൂതന്റെയും ക്രൈസ്തവന്റെയും പാതകൾ ഇസ്ലാമിന്റെ പാതയായി അവതരിപ്പിക്കാൻ എങ്ങനെയെല്ലാം സാധിക്കുമോ അതൊക്കെ നടപ്പിൽ വരുത്തുക. രണ്ട്, മൂന്നാമതായി ഭൗതികമായി എങ്ങനെയൊക്കെ ധാരാളം സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും അധികാരങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഈ താല്പര്യങ്ങളാണ് ഈ പറയപ്പെടുന്ന മനുഷ്യനും ആ കക്ഷികൾക്കുമുള്ളത്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയത്തിന് ഘടകവിരുദ്ധമായി പഠിപ്പിക്കുന്നു. ഇസ്ലാം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് എല്ലാ ആരാധനയും അല്ലാഹുവിനാകണം. നമസ്കരിക്കുന്നത് റബ്ബിന് വേണ്ടി മാത്രമാവണം, നോമ്പെടുക്കുന്നത് റബ്ബിന് വേണ്ടി മാത്രമാവണം, പ്രാർത്ഥിക്കുന്നത് റബ്ബിനോട് മാത്രമാവണം, നേർച്ചകള് റബ്ബിന്റെ പേരിൽ മാത്രമാവണം, സത്യം ചെയ്യുന്നത് അവന്റെ പേരിൽ മാത്രമാവണം.
എന്നാൽ ഇവർ പ്രചരിപ്പിച്ചതോ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്നാണ്. സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. ഹാസിൻ നഈമി എന്ന് പറയുന്ന ഈ ടീമിൽപ്പെട്ട എഴുത്തുകാരൻ തന്റെ വഴിപിഴവർക്ക് എന്തു പറ്റി എന്ന പുസ്തകത്തിൽ 38-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെച്ചു, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. ഏതാ പുത്തൻവാദം, ഏതാ പഴഞ്ചൻവാദം എന്ന് ആലോചിക്കുക. ഇവരുടെ അഖിലേന്ത്യാ മുഫ്തി പൊന്മള മുസ്ലിയാര് അദ്ദേഹം എഴുതി വെച്ചത് എന്താണ്? മുഹീദ്ദീൻ ശൈഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് അനുവദനീയമാണ്. വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ എന്ന് ചോദിക്കുമ്പോൾ അനുവദനീയമാണ് എന്ന് കൃത്യമായി എഴുതി വെച്ചു. കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞ് OM തരുവള എന്ന് പറയുന്ന കാരന്തൂരി എഴുത്തുകാരൻ ആ കൊട്ടപ്പുറം സംവാദത്തിന്റെ ഓർമ്മകള്, അതിന്റെ ഓരോ ചലനങ്ങളും കൃത്യമായി പുസ്തകമാക്കിയപ്പോൾ ആ പുസ്തകങ്ങളിൽ 2-3 പ്രാവശ്യം ആവർത്തിച്ച് വന്നു. അല്ലാഹുവല്ലാത്ത ആളുകളോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ നിന്ന് കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. അല്ലാഹുവല്ലാത്തോട് പ്രാർത്ഥിക്കാമെന്ന് ഖുർആന് കൊണ്ട് AP സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി എന്ന് OM തരുവള എന്ന് പറയുന്ന കാരന്തൂരി എഴുത്തുകാരൻ കൊട്ടപ്പുറം സംവാദം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന ആദർശത്തിന് ഘടകവിരുദ്ധമായ ആശയം പ്രചരിപ്പിക്കുന്നു. ജൂത ക്രൈസ്തവന്റെ വഴികളെല്ലാം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ജൂതന്റെയും ക്രൈസ്തവന്റെയും പാതയിൽ പ്രധാനപ്പെട്ട പാത തന്നെയാണ് വീരാരാധനകള്, പൗരോഹിത്യങ്ങള് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അവർ പുതിയതായി കണ്ടെത്തി കൊണ്ടുവന്ന പൗരോഹിത്യം അവരുടെ മേൽ നാം അത് രേഖപ്പെടുത്തിയിട്ടില്ല, നാം നിയമമാക്കിയിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അല്ല പഠിപ്പിക്കാത്ത അവർ സ്വയം ഉണ്ടാക്കിയ പൗരോഹിത്യം. അതുകൊണ്ട് ആ ഖുർആൻ പഠിപ്പിച്ചത് സൂറത്ത് തൗബയിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലാ യഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അല്ലയോ വിശ്വാസികളെ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി, അധിക പാതിരിമാരും പുരോഹിതന്മാരും ജൂത ക്രൈസ്തവ പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും ലാ യഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നു. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ തടുക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ജനങ്ങളെ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് തടയുന്നു, അവിടെ സ്വത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നു. ആര്? ജൂത ക്രൈസ്തവ പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവുമെന്ന് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു. അതിന് ഏതെല്ലാം വഴികൾ പറ്റുമോ അതൊക്കെയും ജൂത ക്രൈസ്തവർ കണ്ടെത്തി. അതേ വഴികൾ ഇസ്ലാമിന്റെ പേരിലേക്ക് കൊണ്ടുവന്നത് മുൻപന്തിൽ നിൽക്കുന്ന മനുഷ്യനാണ് ഈ വിശദീകരിക്കപ്പെടുന്ന ആള്. ജൂത ക്രിസ്ത്യാനികള് സമുദായത്തിന്റെ പണം അന്യായമായി അപഹരിക്കാൻ കണ്ടെത്തിയ വഴികളിൽ പ്രധാനപ്പെട്ട വഴികൾ ഖുർആൻ പറഞ്ഞു. ഒന്ന്, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അവരുടെ പാതിരി പുരോഹിതന്മാരെ ജൂത ക്രിസ്ത്യാനികള് റബ്ബുകളാക്കി മാറ്റിയാൽ പഠിച്ചവനെ കോലുണ്ടാക്കി ആരാധിച്ചു എന്നല്ല. നേരെ മറിച്ച് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ലസ്നാ നഅബുദുഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളാരും ഞങ്ങളുടെ പണ്ഡിതന്മാരെ ആരാധിക്കാറില്ലല്ലോ.